മാസങ്ങളിൽ 1 മാസമാണ് നമുക്ക് സമയം തന്നത്. ആരാണ് രേഖകൾ ഹാജരാക്കേണ്ടത് എന്നാണ് ഞാൻ കൃത്യമായി പറയാൻ പോകുന്നത്. പല ആൾക്കാരും പലതും കേട്ടുകൊണ്ട് പല രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലായതിനു ശേഷം മാത്രമാണ് ജനങ്ങളോട് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷണർ പറയുന്നത് പോലെ നമുക്ക് ഇപ്പോൾ ഇന്നലെ 23-ാം തീയതി പ്രസിദ്ധീകരിച്ചത് മുതൽ 1 മാസം നമുക്ക് ടൈം തരുന്നു. നമ്മുടെ വീടുകളിലേക്ക് നോട്ടീസ് അയക്കും എന്നാണ് പറയുന്നത്. ആർക്കാണ് നോട്ടീസ് അയക്കുന്നത്? നമ്മൾ ഫോം ചെയ്ത് SIR-ന്റെ ഫോം അംഗനവാടി ടീച്ചർമാർക്ക് കൊടുത്തതിൽ അതിലെന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത രേഖ 2002-ന്റെ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ രേഖ 2002-ൽ ഇല്ലെങ്കിൽ, അതിൽ പേര് മാറിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടായ ആൾക്കാർക്ക് നോട്ടീസ് വരും. അല്ലെങ്കിൽ നമ്മുടെ ഫോം നമ്മൾ എല്ലാവരുടെയും ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യ കോളത്തിൽ ഫില്ല് ചെയ്തത് താഴെ ഫോം അവരുടെ 2002-ൽ ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പയോ ഉമ്മയോ ആരും ഇല്ലാതെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് അത് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടിരുന്നില്ല. അവർക്കും നോട്ടീസ് വരും.